മിഹറിൻ്റെ നഷ്ടത്തിൽ ഹൃദയവേദനയോടെ കുറിപ്പെഴുതി AICC ജനറൽ സെക്രട്ടറി ആലപ്പുഴയുടെ MP KC വേണുഗോപാൽ. ഞാനൊരു പിതാവാണ് എന്ന് ഹൃദയം തൊടുന്ന ഭാഷയിൽ ആ മാതാപിതാക്കളുടെ വേദനയോടൊപ്പം ചേർന്ന് നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. വളരെ വേഗത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടു. പോലീസ് പ്രത്യേകമായി ഒരു ടീമിന് രൂപം നൽകി അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണ്. ജസ്റ്റിസ് ഫോർ മിഹർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടായതും അതിൽ കുറേ പോസ്റ്റുകളും കമൻറ്റുകളും വന്നതും പിന്നീട് അത് അപ്രത്യക്ഷമായതും അടക്കമുള്ള വിവരങ്ങളൊക്കെയും അന്വേഷിക്കുന്നുണ്ട്. ചില സ്ത്രീകളുടെ വിഷയത്തിൽ നമ്മൾ പറയാറുണ്ട്, ഒന്ന് വിവാഹം കഴിച്ച് പീഡിപ്പിക്കപ്പെട്ട് വേദനയോടെ മറ്റൊരിടത്തേക്ക് എത്തിച്ചെന്നപ്പോൾ അവിടെയും കിണറ്റിൽ നിന്ന് കുളത്തിലേക്ക് ചാടിയതുപോലെ വീണ്ടും അനുഭവപ്പെടുന്ന സമാനതകളില്ലാത്ത ദുരന്തമാണ് മിഹർ എന്ന ആ 14 വയസ്സുകാരനായ മകനെ വേട്ടയാടിയത്. അവൻ്റെ പിതാവായ സലീമുമായി കഴിഞ്ഞ ദിവസം ഞാൻ ദീർഘമായി സംസാരിച്ചു. യഥാർത്ഥത്തിൽ ജെം സ്കൂളിലെ വേറിട്ട വികലമായ വേദനകൾക്ക് ശേഷം മറ്റൊരിടം തേടിയെത്തുമ്പോൾ അവിടെ നിന്നുള്ള ചില റൂട്ടുകളുണ്ടോ ഇത്തരത്തിലുള്ള പീഡനങ്ങളിലേക്കെന്നൊക്കെ അവർ സംശയിക്കുന്നുണ്ട്. ഉത്തരങ്ങൾ കൃത്യമായി ലഭിക്കുന്നതുവരെ വളരെ പോസിറ്റീവായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ പ്രതീക്ഷിക്കുകയാണ് ആ മാതാവും പിതാവും സഹോദരങ്ങളും. മിഹർ എന്നൊരു ചെറുപ്പക്കാരനെ, മിഹർ എന്നൊരു ബാലനെ, ഒരു പയ്യനെ എത്രമേൽ ക്രൂരമായാണ് റാഗിംഗ് എന്ന പേരിൽ കൈകാര്യം ചെയ്തതെന്നും പീഡിപ്പിച്ചതെന്നുമൊക്കെ ഉള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നവംബറിൽ മാത്രം ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സ്കൂളിൽ ചേർന്ന ഒരു വിദ്യാർത്ഥിയെ യാത്ര ചെയ്യുന്ന വാഹനം മുതൽ റാഗിങ്ങിൻ്റെ വിവിധ ഭാഷ്യങ്ങൾ അനുഭവിപ്പിച്ചതിൻ്റെ അനുഭവങ്ങളൊക്കെയും ആ കുടുംബം അറിയുന്നത് അവൻ്റെ മരണശേഷം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ. കാരണം ചിരിച്ച മുഖത്തോടെ തമാശയോടെ ഫലിതങ്ങൾ പറഞ്ഞ് ഇതിനെ അതിജീവിക്കാൻ, ഇതൊക്കെ നേരിടാൻ താൻ കരുത്തുള്ളവനാണെന്ന് കൂട്ടുകാരോടും മറ്റുള്ളവരോടും പറഞ്ഞ് ഒരിക്കലും ഉപ്പയോടും ഉമ്മയോടും ഇതറിയിക്കരുതെന്ന് ഉറപ്പ് വാങ്ങുന്ന അവൻ അനുഭവിച്ച പീഡകൾ പിന്നീട് ആ കൂട്ടുകാർ തുറന്നു പറയുമ്പോൾ ഇനിയൊരു മിഹർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സമൂഹം ജാഗ്രവത്തായി പെരുമാറേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇത്തരമൊരു ക്രൂരകൃത്യത്തിൻ്റെ കഥകൾ കേട്ടപ്പോൾ പൃഥ്വിരാജ്, അതുപോലെ തന്നെ പല പ്രമുഖരും, സിനിമാ മേഖലയിലുള്ള പല സിനിമാ നടിമാരും, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഒക്കെ അടക്കമുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. KC വേണുഗോപാലിൻ്റെ ഈ പ്രതികരണം വികാരപരമായിരുന്നു. അരൂരുകാരനായ സലീമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല പരീക്ഷണങ്ങൾ നേരിട്ട് ഒടുവിൽ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി മാത്രം കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് താമസിക്കേണ്ടി വന്നപ്പോൾ ഒടുവിൽ നഷ്ടപ്പെട്ടത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനെയാണ്. KCയുടെ കുറിപ്പിങ്ങനെ വായിക്കാം. ഞാനും ഒരു പിതാവാണ്. എല്ലാവരെയും പോലെ മക്കൾക്കൊരു പോറൽ പോലും ഏൽക്കുന്നത് സഹിക്കാൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത പിതാവ്. മാതാപിതാക്കളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോഴാണ് ഏറെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ വാത്സല്യത്തോടെ വളർത്തിയ സ്വന്തം മകൻ പറക്കമുറ്റു മുമ്പ് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന സഹിക്കാൻ ജീവനുള്ളിടത്തോളം കാലം ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് 15-കാരൻ മിഹറിൻ്റെ മാതാവിന് ഇങ്ങനെ ഒരു കത്ത് അധികൃതർക്ക് അയക്കേണ്ടി വന്നത്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കാനുണ്ട്. തൻ്റെ പരാതിയിൽ മിഹറിൻ്റെ ഉമ്മ പറയുന്ന കാര്യങ്ങൾ സത്യമെങ്കിൽ അത് തെളിയുന്ന ദിവസം നമുക്ക് അവർക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരും. നിറത്തിൻ്റെ പേരിൽ ക്രൂര പീഡനങ്ങൾക്കും അവഗണനയ്ക്കും അവൻ വിധേയനായിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം കൂടി പ്രതിയാണ്. അതിൽ തർക്കിക്കാൻ പോലുമുള്ള അവകാശം നമുക്കില്ല. മനുഷ്യൻ്റെ മനസാക്ഷി മരവിച്ചു പോകും വണ്ണമാണ് ആ ഉമ്മ തൻ്റെ പരാതി പുറം ലോകത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തുടങ്ങി അത് അവസാനിപ്പിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനിയുമേറെ കൗമാരവും യൗവനവുമൊക്കെ ബാക്കിയുണ്ടായിരുന്ന ഒരു മകനെയാണ്. ഉടച്ചു വാർക്കേണ്ടത് സമൂഹമാണെന്ന സന്ദേശം കൂടി ആ മകൻ നൽകുന്നുണ്ട്. അത് നമ്മൾ ഏറ്റെടുക്കണം. സഹജീവികളെ മനുഷ്യരായി പരിഗണിക്കാൻ വിളിച്ചു പറയുന്ന മിഹർ നമ്മുടെ മകൻ തന്നെയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതെ, അത്രമേൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഈ കുട്ടി മടങ്ങുന്നത്. അവനെ വ്യത്യസ്തമായ രീതിയിൽ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ പലയിടങ്ങളിലും വെച്ച്, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വിധി തുടർച്ചയായി വേട്ടയാടുന്ന വണ്ണം അനുഭവിക്കേണ്ടി വന്നു ആ ചെറുപ്പക്കാരന്. ജെം സ്കൂളിലെ കഥയും ഇതിനേക്കാൾ കേമമാണ്. ഒരു കുട്ടിയും അല്ലെങ്കിൽ 2 കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ദീർഘമായി സസ്പെൻഡ് ചെയ്യുക,
ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് അത് തീരുമ്പോഴും പരീക്ഷ എഴുതാനായി യവനെ മാത്രം ഒരു ക്ലാസ് മുറിയിൽ കൊണ്ടിരുത്തുക. ബസ്സിൽ നിന്നും ഒരു ഗാർഡ് കൂടി കൂടെ നിന്ന് ഏതോ പരോളിലിറങ്ങുന്ന പ്രതി പരീക്ഷ എഴുതാൻ വരുന്നത് പോലെ തനിച്ച് മാത്രം ഒരു മുറിയിൽ കൊണ്ടിരുത്തി പരീക്ഷ എഴുതിക്കുക. ആ പരീക്ഷ 11 മണിക്ക് തീർന്നാൽ അടുത്ത പരീക്ഷ 1 മണിക്കോ 2 മണിക്കോ ആണെങ്കിൽ അത്രയും സമയം പോലും മറ്റൊരു കുട്ടികളെയും കാണിക്കാൻ അനുവദിക്കാതെ അവിടെ ഇരുത്തുക. അങ്ങനെ ഇരുത്തിയ ശേഷം തിരിച്ച് എല്ലാ കുട്ടികളും കയറുന്നതിന് മുമ്പേ വാഹനത്തിൽ ഇതേ ഗാർഡിൻ്റെ അകമ്പടിയോടുകൂടി ബസ്സിൽ കൊണ്ടിരുത്തുക. ബാത്റൂമിൽ പോകുമ്പോഴും ഗാർഡ് ഒപ്പം പോവുക. ഈ അവൻ്റെ ജീവന തുല്യം സ്നേഹിച്ച ബാസ്ക്കറ്റ്ബോൾ താരമെന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സമയം സ്കൂളിലും വീട്ടിലും ക്ലബ്ബുകളിലും ഒക്കെ ചെലവഴിക്കുന്ന അവനെ ടൂർണമെൻറ്റിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോകാതെ ഒറ്റപ്പെടുത്തുക. കുട്ടികളുടെ മാനേജ്മെൻറ്റായത്. എന്നിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെയും ചെയ്തത്. ഈ പറയുന്ന ജയിൽ പുള്ളികൾക്ക് ഇതിനേക്കാൾ അവകാശങ്ങളുണ്ട്. പരോളിന് ഇതിനേക്കാൾ സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട തലപ്പത്ത് കയറിയിരിക്കുമ്പോൾ അവനവൻ്റെ മക്കളല്ലാത്തതുകൊണ്ടും ഭാവിയും ഭൂതവുമൊക്കെ ഓർത്ത് എന്തും ചിലവഴിക്കാൻ തയ്യാറുള്ള കുറേ രക്ഷകർത്താക്കളും വരുമ്പോഴേക്ക് അങ്ങ് ചാമ്പ്യനും മിടുക്കനുമായി തീരുകയാണ്. മനുഷ്യനെ മനസ്സിലാകാത്തവണ്ണം പ്രിൻസിപ്പൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറയുകയാണത്രേ, അത് എൻ്റെ തീരുമാനപ്രകാരം ഞാൻ 1 ആഴ്ച കൂടി സസ്പെൻഷൻ നീട്ടിയതാണെന്ന്. എന്നിട്ട് ആ കുട്ടിയോട് യവനെ കൊണ്ട് തന്നെ അപ്പോളജി പറയിക്കുക. എന്നാൽ യവനോട് തിരിച്ച് അപ്പോളജി വേണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ വേണ്ടെന്ന് പറയുന്ന അത്രയും മനസ്സിൻ്റെ വിശാലത പോലും അതിൻ്റെ 100-1 പോലും ഇല്ലാത്ത ഇത്തരം അധ്യാപകരെന്നൊന്നും വിളിക്കാൻ കഴിയില്ല. ഇവരെയൊന്നും ആ സ്ഥാപനത്തിൽ വെച്ച് പൊറുപ്പിക്കാനും കഴിയില്ല. നടപടിയാണ് ഉണ്ടാവേണ്ടത്. CBSE സ്കൂൾ വലിയ മതിൽക്കെട്ടിനകത്താണെങ്കിൽ ആ മതിൽക്കെട്ടിനുള്ളിൽ ഭാവി പ്രതീക്ഷയുടെ സ്വപ്നങ്ങൾ നാമ്പിട്ടുകൊണ്ട് കണ്ടുവരുന്ന കുട്ടികളെ എന്തും കൈകാര്യം ചെയ്ത് കളയാമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഇത് ഉറപ്പിച്ചിരിക്കുന്ന മണ്ണിൻ്റെ നാടിൻ്റെ നിയമങ്ങൾ അവരുടെ മേൽ ഉണ്ടാവുക തന്നെ ചെയ്യണം. കുട്ടി മരിച്ചു കഴിഞ്ഞ് ഒരാളും അറിയാതെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ രാത്രി 12:30 മണിക്കൊരു വാർത്തയായി വരികയാണ്. കുട്ടിയുടെ ഉപ്പ വഴക്ക് പറഞ്ഞു, കുട്ടി അതിൻ്റെ മുകളിൽ നിന്ന് ചാടി. അത് ഗ്ലോബൽ പബ്ലിക് സ്കൂളുകാരുടെ കളി. ഇങ്ങനെയൊക്കെയുള്ള വിശദമായ കളികൾ ഒത്തിരി പറയാനുണ്ട്. അത് പറയാൻ സമയമായിട്ടില്ല. വഴിയേ പറയാം. കാരണം ഇത് പൊതുസമൂഹവും അറിയണം. അതോടൊപ്പം ഇത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് മക്കളെ വിട്ടാൽ ഭാവിയിലെ ഭൂതമാവുമെന്ന് വിശ്വസിക്കുന്ന രക്ഷകർത്താക്കളും അറിയട്ടെ.